പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ KS ഹംസ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വോട്ടിംഗ് പൂർത്തിയായി. താരതമ്യേന ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം ഏകദേശം 5% കുറവ് വന്നിട്ടുണ്ട് പോളിംഗ് ശതമാനത്തിൽ. എങ്ങനെയാണ് പ്രതീക്ഷകൾ, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്നുകൂടി കണക്കുകൾ പുറത്തു വരാനുണ്ട്. വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 71% വരുന്നതാണ് പോളിംഗ്. അങ്ങനെ വരുമ്പോൾ ഒരു 3.5% കുറവ് ഒരു 3% അത് ലീഗിൻ്റെ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. അത് തന്നെ നിരാശ കൊണ്ട് ധാരാളം യൂത്ത് ലീഗുകാർക്ക് MSFകാർക്ക് ഇതിലിരുന്നൊരു പ്രതീക്ഷയില്ല. ഇവരൊക്കെ മരിച്ചു പോയതിന് ശേഷം ഇതിനൊരു അവസരം കിട്ടുള്ളൂ എന്നുള്ള ഒരു നിരാശയുണ്ടല്ലോ. ആദ്യം ചെയ്യാതെ പോയൊരു വോട്ടുണ്ട്. പിന്നെ ലീഗിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ, അവരിലും തന്നെ ക്ലാഷ് ഉണ്ടല്ലോ. അങ്ങനെയും കുറേ ആളുകൾ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ടാവാം. ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതൊക്കെ തന്നെ പ്രതികൂലമായി ബാധിച്ചു എന്ന വിലയിരുത്തലൊരു ഭാഗത്തുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ടോ? അതൊന്നും ശരിയല്ല. അതൊന്നും വസ്തുതാപരമല്ല. ഒക്കെ വൈകുന്നേരത്ത് ആര് ചെന്നാലും കോമ്പൗണ്ടിൽ വെച്ച് ഡോർ അടച്ച് ഗേറ്റ് അടച്ച് അവർക്കൊക്കെ ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നുമില്ല. ശതമാനം കുറഞ്ഞത് പൂർണ്ണമായി തന്നെ ലീഗിനെ തന്നെ ആയിരിക്കും ബാധിക്കുക, അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ലീഗിൻ്റെ വോട്ടാണ് ചെയ്യാതെ പോയിട്ടുള്ളത്. UDFൻ്റെ കേന്ദ്രങ്ങളിലാണ് വോട്ട് കുറഞ്ഞിട്ടുള്ളത്. ഞങ്ങളിതാ പ്രവർത്തകർ എപ്പോഴും ഞാൻ അങ്ങോട്ട് പോവാണ്, കാൽക്കുലേറ്റ് ചെയ്യാണ്. ഓരോ ബൂത്തും വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മണ്ഡലങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് പൊന്നാനി നിയോജക മണ്ഡലം അതുപോലെ തവനൂർ നിയോജക മണ്ഡലം എന്നിവിടങ്ങളിലാണ് ചെറിയ ശതമാനം കാണുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് UDF നടന്ന പ്രചാരണം CPMൻ്റെ കേഡർ വോട്ടുകൾ ഉൾപ്പെടെ കുറഞ്ഞിട്ടുണ്ട്, അവർക്ക് തിരിച്ചടിയാകുമെന്നുള്ളതാണ്. അല്ല, അത് വെറുമൊരു സാങ്കല്പികം മാത്രമാണ്. അങ്ങനെയൊന്നുമല്ല. കുറഞ്ഞിട്ടുള്ളത് ലീഗിൻ്റെ വോട്ടുകളാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ടുകളും പോയിട്ടുണ്ട്. തവനൂരിലും പൊന്നാനിയിലൊക്കെ ധാരാളം കോൺഗ്രസ് വോട്ടുള്ളതാണ്. അവർ പോയിട്ടുണ്ട്. അവർക്കും ഇവരെ സഹിക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന് അവരും ചിലപ്പോൾ തിരിച്ച് കാണും. ഇതെല്ലാം കൂടി ഒരുപാട് കോൺഗ്രസും സഫർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ കൊടി വിഭാഗത്തിൽ കോൺഗ്രസിനെതിരും പ്രശ്നമുണ്ട്. ഇവരെ കൊടി സംരക്ഷിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റുന്നില്ല. കോൺഗ്രസ്സാണ് കളഞ്ഞുകൊണ്ട് കോൺഗ്രസിന് നേരെ കോൺഗ്രസ് എന്തിനാണ് ഇവർ പേറി നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കോൺഗ്രസ് ആണെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ആകയാൽ അത് ഒരു വേലായുധൻ്റെ സർപ്പക്കൂട് പോലെ ആയിട്ടുണ്ട്. CPMനെ സംബന്ധിച്ച് CPMൻ്റെ ഒരു കേഡർ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായൊരു വിവരം വോട്ട് പൂർണ്ണമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുമെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. എത്രത്തോളം വിജയം ആ നിലയിൽ ഉണ്ടാകും, ഭൂരിപക്ഷം എന്ന കാര്യത്തിലൊക്കെ ഒരു കണക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മളൊരു സെപ്പറേറ്റ് വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നല്ല ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇലക്ഷന് മുമ്പ് തന്നെ ഓരോ ബൂത്തിനും സെപ്പറേറ്റ് വോട്ടർ പട്ടിക, LDF വോട്ടർ പട്ടിക വേറെ ഉണ്ടാക്കി. നല്ല ഹോംവർക്ക് ചെയ്തുണ്ടാക്കിയതാണ്. ആ വോട്ടർ പട്ടികയിൽ നിന്ന് എത്ര വോട്ടാണ് കുറഞ്ഞെന്നുള്ള വ്യക്തമായിട്ട് അറിയും. അതിപ്പോൾ കണക്കെടുക്കാൻ ഞാൻ പോകുന്നുണ്ട്. എല്ലാം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ടാബുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ അതിന് ഫൈനലൈസ് ചെയ്യാൻ കഴിയും. എങ്കിലും നിലവിലൊരു അസംഷൻ ഭൂരിപക്ഷം എത്രത്തോളം ഉണ്ട്? അത് കാണാൻ പോണ പൂരം ചോദിച്ചറിയണ്ടല്ലോ. വളരെ വ്യക്തം. എന്തായാലും ഭൂരിപക്ഷമുണ്ട്. പിന്നെ പെട്ടിയിൽ കിടക്കുന്നൊരു കാര്യമാണ്. ഞാൻ മറുഭാഗത്ത് പറഞ്ഞ പോലെ പൊള്ളത്തരം പറയാനൊന്നും ഞാൻ ഒരുക്കല്ല. എന്താ പറയുന്നത്, കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂടുന്ന മറുഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെ ശുദ്ധ ബോഷ്കല്ലേ അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സാമുദായിക സംഘടനകൾ സമസ്ത ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഉറപ്പായും അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊരു ഉറച്ച ആത്മവിശ്വാസം തന്നെ ഇപ്പോഴുമുണ്ട്. അങ്ങനെ ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട്. ലീഗിന് വോട്ട് ചെയ്തിരുന്ന പല ഘടകങ്ങളും ഇത്തവണ എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് എന്നും എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതിൽ സമസ്ത വോട്ട് ചെയ്യുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലീഗിന് വോട്ട് ചെയ്തിരുന്നവർ ആരൊക്കെയാണോ അവരിൽ നല്ലൊരു ശതമാനം വോട്ട് എൻ്റെ പെട്ടിയിലേക്ക് ഒഴുകിയെത്തും. അതാണ് പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ലീഗിന് വോട്ട് ചെയ്യുന്ന പറയുമ്പോൾ സ്വാഭാവികമായിട്ട് EK സമസ്ത വിഭാഗം തന്നെയാണല്ലോ അതിൽ പ്രധാനമായിട്ടും വരുന്നത്. അവരുണ്ട്. അതല്ലാത്ത കുറേ ഘടകങ്ങളുണ്ട്. വേറെ മുജാഹിദ് പോലത്തെ സാമുദായിക സംഘടനകളുണ്ടല്ലോ, ലീഗിന് വോട്ട് ചെയ്തിരുന്നവരാണ്. അവർ വേറൊന്നും പോവില്ല. മാത്രമല്ല പിന്നെ ലീഗിൻ്റെ തന്നെ പോഷക സംഘടനകളുണ്ടല്ലോ, MSFും STU യൂത്ത് ലീഗൊക്കെ ഉണ്ടല്ലോ, വനിതാ ലീഗ് അടക്കം. എല്ലാ ഘടകങ്ങളിലും നിരാശയുണ്ട്. അവരൊക്കെ അതിൻ്റെ പോഷക സംഘടനകളും അതല്ലാതെ അവർക്ക് വോട്ട് ചെയ്തിരുന്ന മറ്റു ചില ആളുകളും. ഇപ്പോൾ സമസ്തയുടെ കാര്യം പറഞ്ഞാൽ സമസ്ത അവർക്ക് വോട്ട് ചെയ്തിരുന്നു എന്ന് ഒരു കാലത്തും അനുമാനിക്കേണ്ടതില്ല. സമസ്തക്ക് രാഷ്ട്രീയമില്ല.
സമസ്തയിലുള്ള അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയം സ്വീകരിക്കാം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷത്തിലേക്ക് വോട്ട് ചെയ്യുന്ന ധാരാളം സമസ്തക്കാരെ എനിക്കറിയാം, ഒരുപാടുണ്ട്. കോൺഗ്രസ്സുകാരായ സമസ്തക്കാരുണ്ട്, ധാരാളമുണ്ട്. ലീഗുകാരായ സമസ്തക്കാരുണ്ട്. അപ്പോൾ ലീഗുകാരായ സമസ്തക്കാർ ലീഗിന് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ അവർ ഒരു വിഭാഗം ഇത്തവണ മാറി ചിന്തിച്ചിട്ടുണ്ടാവാം. അതാണുള്ളത്. അല്ലാതെ ആ പറഞ്ഞതിൽ നിന്ന് സമസ്തക്കാർ മുഴുവൻ ലീഗിന് വോട്ട് ചെയ്തിരുന്നവരാണെന്നും അവരിപ്പോൾ മാറിയെന്നും അർത്ഥം വെക്കേണ്ടതില്ല. സമസ്തയുടെ അണികൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ അണികളിൽ നിന്ന് ലീഗ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന സമസ്ത അണികൾ, ആ ഒരു ഘടകം, അതിൽ നിന്ന് വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലൊന്നും കാണാത്ത വിധം സമസ്തയിലെ ഒരു പ്രബല വിഭാഗം അല്ലെങ്കിൽ മുഷാവറ അംഗങ്ങൾ ഉൾപ്പെടുന്നൊരു വിഭാഗം പരസ്യമായി തന്നെ അങ്ങ് ഉൾപ്പെടുന്ന LDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഉമർ ഫൈസി മുക്കത്തിൻ്റെ ആ ഒരു പ്രസ്താവനയൊക്കെ തന്നെ ആ നിലയിൽ ചർച്ചയായിരുന്നു. അതിനെതിരെ മറ്റൊരു മുഷാവറ അംഗം രംഗത്ത് വരുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇതൊക്കെ തന്നെ മുതൽക്കൂട്ടാകുമോ? ഇതൊരു പൊന്നാനി കേന്ദ്രീകരിച്ച് നടന്നൊരു ഓപ്പറേഷൻ ആണെന്നൊരു വിമർശനം മറുഭാഗത്ത് ശക്തമായിട്ടുണ്ട്. പൊന്നാനി കേന്ദ്രീകരിച്ചായിരുന്നു ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അവർ ഉൾക്കൊള്ളാം. അതിലുണ്ടെങ്കിൽ ഈ പറഞ്ഞതിന് മുഴുവനും ഞാൻ ഓൺ ചെയ്യുന്നില്ല, പക്ഷേ അതിൽ വല്ല നന്മയും ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. പിന്നെ സമസ്ത മുഷാവറ അംഗങ്ങൾ മാത്രമല്ല, മറുഭാഗത്തൊരു സമസ്ത ഉണ്ടല്ലോ, AP വിഭാഗം സമസ്ത, അതിൻ്റെ മുഴുവനും സപ്പോർട്ടുണ്ടല്ലോ, അതുണ്ടല്ലോ. വേറെ മുജാഹിദ് വിഭാഗത്തിൻ്റെ സപ്പോർട്ടുണ്ടല്ലോ. അതല്ലാതെ സാംസ്കാരിക സംഘടനകളോ ഒരുപാട് സാംസ്കാരിക നായകന്മാരാൽ ധന്യരാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. ആ ധന്യമായ ഈ പ്രദേശം ഒന്നിച്ചെനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര സാംസ്കാരിക നായകന്മാർ എനിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ, പറയേണ്ട കാര്യമില്ലല്ലോ. നിലവിൽ അങ്ങനെ നിരവധി ആളുകളുടെ പിന്തുണ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ആത്മാർത്ഥമായി അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അങ്ങ് സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് പറഞ്ഞിരുന്ന പോലെ AP-യുടെയും അതുപോലെ തന്നെ EK വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൻ്റെയും സ്ഥാനാർത്ഥിയാണ് KS ഹംസ. അത് പ്രകടമാക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് പുറത്തു വന്ന പല സംഭവങ്ങളും. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു നീക്കങ്ങൾക്കൊക്കെ തന്നെ അങ്ങ് നേതൃത്വം കൊടുത്തു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമൊക്കെ തന്നെ ഒരു ഘട്ടത്തിലുണ്ടായി. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാവുന്നതൊക്കെ ഉള്ളൂ, പക്ഷേ അതിന് മാത്രം ഒതുങ്ങേണ്ടതില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോണ്ടാവുന്ന ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ AP വിഭാഗം സമസ്തയും EK വിഭാഗം സമസ്തയും ഒരേ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? കേരളത്തിൽ കേട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കുണ്ട് എന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന പോയിൻ്റുകൾ സത്യസന്ധമായിരുന്നു. ഞാൻ 14 പോയിൻ്റുകളാണ് മുന്നോട്ട് വെച്ചത്. അതൊക്കെ സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു, പണ്ഡിത സംഘടനകൾക്ക് ബോധ്യപ്പെട്ടു. മുജാഹിദ് വിഭാഗങ്ങളിൽ പലരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് ബോധ്യപ്പെട്ടു. ഇതല്ലാത്ത സാംസ്കാരിക കേരളം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം, എനിക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഇതൊക്കെ അവതരിപ്പിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ലഭിച്ചു. സോഷ്യൽ ഓഡിറ്റിംഗ് ആണല്ലോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചോളം അവരുടെ വിചാരണ. ആ സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു. അത് ഇവിടുത്തെ സമൂഹം ഉൾക്കൊണ്ടു. ഇനി അതിൻ്റെ റിസൾട്ട് എന്തോ? കർമ്മണ്യവാധികാരസ്ഥേ മാഫലേഷു കഥാചന. ഈ 2004 മഞ്ചേരിയുടെ TK ഹംസയുടെ ചരിത്രം 2024 പൊന്നാനിയിൽ KS ഹംസ ആവർത്തിക്കും. തീർച്ചയായും ആവർത്തിക്കാം. ഇനി പെട്ടിയിലുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെയായിട്ട് പറയുന്നുള്ളൂ. ജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്, ആവർത്തിക്കും. പിന്നെ ബാക്കി പാർട്ടിക്കാരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ടത്. ഞാൻ വല്ലാതെ തന്നെ പറഞ്ഞാൽ ഒരു ആത്മപ്രശംസയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പെട്ടിയിലുള്ള കാര്യം മാത്രമല്ല, കാണാൻ പോകുന്ന പൂരം വല്ലാതെ അതിനെക്കുറിച്ച് വർണ്ണിക്കേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഏറ്റവും ഒടുവിലായി അങ്ങ് തൃശ്ശൂരാണ് സ്വദേശം. തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. ഇനി മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് തുടർ പ്രവർത്തനങ്ങൾ? നാളെയും വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുമോ? നല്ല ചോദ്യം. ഞാൻ നാളെ കാലത്ത് മുതൽ മുഴുവൻ പഞ്ചായത്തുകളും പര്യടനം ആരംഭിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, നാളെ കാലത്ത് മുതൽ തുടങ്ങും. എനിക്ക് വോട്ട് ചെയ്ത് എനിക്ക് പ്രവർത്തിച്ച പ്രവർത്തകരെ നേരിട്ട് കാണാനാണ്. ഇവിടെയുള്ള 47 50ഓളം ഞങ്ങൾ വേർതിരിച്ചനുസരിച്ച് പോകുമ്പോൾ 57ഓളം ലോക്കൽ ബോഡി സെക്ഷനുകളാക്കി ഞങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. അവരെ മുഴുവനും
നേരിട്ട് കാണും. നാളെ മറ്റന്നൊക്കെ ആയിട്ട് ഫുള്ളാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ആദ്യമായി പ്രവർത്തകരോട് നന്ദി പറയണം. കാരണം അവരൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ നല്ല ചൂടും നല്ല പ്രയാസമുള്ള സമയത്ത് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ ആശയത്തെ അവർ ഉൾക്കൊണ്ടത്, എൻ്റെ ആശയം, ഞാൻ പ്രഘോഷണം ചെയ്യുന്ന ആശയത്തെ അവരാണ് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തത്. അവരുടെ സ്നേഹവും അവരുടെ കരുതലും വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പൊന്നാനിയിൽ നിന്ന് എനിക്ക് നല്ല സൗഹൃദം കിട്ടി. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, നല്ല ആത്മാർത്ഥതയുള്ള മനുഷ്യന്മാർ, നല്ല ഹൃദയശുദ്ധിയുള്ള കുറേ ആളുകൾ. ആ സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് തുടക്കം നാളെ തന്നെ ഞാൻ ആരംഭിക്കും. അതുകൊണ്ടാണ് ഇന്ന് പോകാതെ ഇവിടെ നിൽക്കുന്നത്. നാളെ കാലത്ത് ആദ്യം തുടങ്ങുന്നത് ആ പരിപാടിയാണ്. ഒരിക്കൽ കൂടി, ഇതുവരെ ഞാൻ അവരോട് വോട്ട് ചോദിച്ചാണ് അത് സമീപിച്ചിരുന്നത്. അതെൻ്റെ സ്വാർത്ഥതയാണ് നോക്കാം. നാളെ ഞാൻ വോട്ട് ചോദിച്ചല്ല ചെല്ലുന്നത്. എൻ്റെ സൗഹൃദം ഒന്നും കൂടി പുതുക്കാനാണ് ഞാൻ പോകുന്നത് നാളെ കാലത്ത്. അത് സാമൂഹ്യ പ്രവർത്തകർക്കും ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് അതെന്ന് ഞാൻ കാണുന്നു. താങ്ക് യു. വോട്ടിംഗ് പൂർത്തിയായിട്ടുണ്ടെങ്കിലും മണ്ഡലത്തിലുടനീളം പര്യടനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ KS ഹംസ നമ്മളോട് പ്രതികരിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അതെന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.